ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ 300 ഗ്രാം ഉഴുന്നാട്ടോ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെളിയിൽ വെക്കണം. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം 2 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണേ. അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ ഉഴുന്ന് ചൂടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കുറയാണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സവാളയും ഇഞ്ചിയും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും അതും എല്ലാം പച്ചമുളക് കുരുകുരാന്നരിഞ്ഞ് അതും റെഡിയാക്കി വെക്കുന്നുണ്ട്. ഉഴുന്നുവടയ്ക്ക് എപ്പോഴും മാവ് അരയ്ക്കുന്നത് ഗ്രൈൻഡറിലാട്ടോ നല്ലത്. നമ്മളുടെ വീട്ടിൽ ഗ്രൈൻഡർ ഇല്ലാതെ നമുക്ക് കുറച്ചൊരു പോർഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ അരയ്ക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ അര ഭാഗത്തോളം ഉഴുന്നിടണം. കൂടുതൽ ഇടാൻ പാടില്ല. ഒരുപാട് കുറച്ചായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ ഇടണ്ട. കറക്റ്റ് ഒരു അതിന്റെ ഒരു അര ഭാഗം ആവുന്നവരെ ഇട്ടിട്ട് നമ്മുടെ മറ്റേ പൾസ് ഉണ്ടല്ലോ കൃത്രിമം കാണിക്കുന്നത് അതിലിട്ട് 2-3 പ്രാവശ്യം കാണിക്കുക. എന്നിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. അതിന് മുന്നേ വെള്ളം ഒഴിക്കരുത്. അതായത് മിക്സിയുടെ സ്വിച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചെയ്യത്തില്ലേ ഒന്ന് അരച്ചെടുക്കാൻ, അതാണ് ഉദ്ദേശിച്ചത് ഞാൻ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. 2 ടേബിൾ സ്പൂൺ കണക്കിന് കുറേശ്ശെ ഒഴിച്ചരയ്ക്കണേ. ഉഴുന്നുവടയുടെ മാവ് അരയ്ക്കുന്ന കേട്ടോ മെയിൻ സ്റ്റെപ്പ്. നമ്മൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉഴുന്നുവട മൊത്തത്തോടെ പോയേ. ബാക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് നമുക്ക് എന്തെങ്കിലും കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഈ മാവ് അരയ്ക്കുന്നത് എന്തെങ്കിലും തെറ്റായി കഴിഞ്ഞാൽ അതുകൊണ്ടാട്ടോ ഞാൻ കറക്റ്റ് ഒരുപാട് നേരം മാവ് അരയ്ക്കുന്നത് കാണിക്കുന്നത്. അതാണ് മെയിൻ സ്റ്റെപ്പ്. നമുക്ക് നല്ല തിക്ക് മാവാട്ടോ വന്നേക്കണം. നന്നായിട്ട് അരഞ്ഞ് നല്ല കട്ടിയായിട്ടുള്ള മാവാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കുക. നമ്മുടെ മാവ് ഒന്ന് ഫ്ലഫി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടെക്നിക്കാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വിസ്ക് വെച്ചിട്ട് നമ്മുടെ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ആ മാവ്. അതൊന്ന് നല്ല തിക്കായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു മിനിറ്റ് 1.5 മിനിറ്റോളം വരും. അപ്പോൾ അത് നമ്മൾ നിർത്തുക. പിന്നെ ഉള്ളത് കൈ വെച്ചിട്ടാണ്. ഈ രണ്ടും നമ്മുടെ 1.5 മിനിറ്റ് എടുക്കും. നല്ലതായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് എടുക്കും. അതിൽ കൂടുതൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് എന്താ പറയുക നല്ല തിക്കായിട്ടൊന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ നിർത്തണം കേട്ടോ. അതുപോലെ തന്നെ വേറെ സിമ്പിൾ ഒരു മെത്തേഡാണ്. നമ്മുടെ വീട്ടിൽ കേക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 1 ഒരു 30 സെക്കൻഡ് ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ പിന്നെ തിരിച്ച് ലൂസ് ആവത്തില്ലേ, അതുപോലെ ആട്ടോ. ഒരുപാട് ഓവറായിട്ട് ബീറ്റ് ചെയ്തത് ഒരു 30 സെക്കൻഡാണ് കേക്ക് ബീറ്ററിൽ ബീറ്റ് ചെയ്യാമുള്ളൂ. മാവ് ഒരിക്കലും ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. അത് വിസ്ക് വെച്ചിട്ടുള്ളതാണെങ്കിലും കൈ വെച്ചിട്ടുള്ളതാണെങ്കിലും ബീറ്റർ വെച്ചിട്ടുള്ളതാണെങ്കിലും നമുക്ക് തിക്കായെന്ന് അറിഞ്ഞ് അപ്പം തന്നെ നമ്മളത് നിർത്തണേ. എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ 3 ടെക്നിക്കും ഒരേ മാവിലാണല്ലോ ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ മാവ് റെഡി ആയെന്ന് അറിയണമെങ്കിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് ഒരു ചെറിയ പോർഷൻ എടുത്ത് ഇട്ട് നോക്കുക. അപ്പം അത് മുകളിൽ പൊങ്ങി കിടക്ക്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പിലും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ സെറ്റ് ആയിട്ടില്ല കേട്ടോ. എൻ്റെ ഉഴുന്നോട് എപ്പോഴും കട്ടിയായിട്ട് വരും. പിന്നെ വെള്ളം കൂടുവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉഴുന്നോടെ ടേസ്റ്റ് പോവും. നിങ്ങളുടെ ഒരു ആവശ്യത്തിന് എന്താ പറയുക അതിൻ്റെ പരുവം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടാക്കാൻ വെക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പണി കിട്ടിയെന്ന്. കാരണം നമുക്ക് ഈ ഉഴുന്നോടെ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ തടകിയിട്ട് നല്ല മാവ് എടുത്ത് കട്ടിക്കങ്ങ് വെച്ചിട്ട് നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് നടുവിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നല്ല ഷേപ്പിൽ വട കിട്ടും. എൻ്റെ മാവ് ശകലം കുറച്ചൊന്നധികം ഒരു പൊടിക്കൊന്ന് ബീറ്റ് ചെയ്ത് കൂടിപ്പോയി. അതുകൊണ്ട് എനിക്കങ്ങനെ ആ ഷേപ്പ് അങ്ങ് കറക്റ്റ് പിടിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ലേ. പക്ഷെ നമുക്ക് കൈ കൊണ്ട് പിടിച്ചാൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള എണ്ണയുണ്ടല്ലോ നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ചൂടാക്കണേ. നല്ലോണം ചൂടാക്കി ചെറുതായിട്ട് പുക അതിൽ നിന്നൊരു ആവി വരുന്ന രീതി വരത്തില്ലേ, ആ രീതിയിലാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഉഴുന്നുവടയുടെ മാവ് ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് മുരുമുരാന്നുള്ള ഉഴുന്നുവട കിട്ടും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, കുറഞ്ഞ തീയിലിട്ട് വേവിച്ചില്ലെങ്കിൽ ഉഴുന്നുവടയുടെ ഉള്ളു വേഗത്തില്ല കേട്ടോ, അകം വേഗത്തില്ലേ. ഞാൻ എൻ്റെ ആ 3 ടെക്നിക്കും ഒരേ മാവിൽ പരീക്ഷിച്ചതുകൊണ്ടാട്ടോ എൻ്റെ മാവൊന്ന് ശകലം ഒന്ന് ലൂസായത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് ഉഴുന്നോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്.
ഇതാ ഞാൻ ഒരു ഉഴുന്നുവട എടുത്ത് കഴിച്ചു കാണിക്കാം കേട്ടോ. നിങ്ങൾ കേട്ടോ, നല്ല കറുമുറു സൗണ്ട് വരുന്നുണ്ട്. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയേ. നമ്മൾ മാവ് എണ്ണയിലിട്ട് ഇടാൻ വേണ്ടിയിട്ടേ ബോള് പോലെ ഒരു പോർഷൻ എടുത്തിട്ട് നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നടുവിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക എണ്ണയിലോട്ട്. അപ്പൊ ഇതാ കണ്ട, എന്റെ ഉഴുന്നോടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ. ഉള്ളൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അയ്യോ, ഞാൻ ഫോട്ടോ എടുത്തില്ല, ഞാൻ തിരിച്ച് അടച്ചു വെക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.